നാസ്തികതയിലേക്ക് ഏറ്റവും കൂടുതൽ പോകുന്നത് മുസ്ലിങ്ങളാണല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? മറ്റു മതങ്ങളിൽ നിന്ന് ആളുകൾ പോകുന്നില്ലേ? അസ്സലാമു അലൈക്കും. ഈ ചോദ്യം യഥാർത്ഥത്തിൽ യുക്തിവാദികളുടെ വാദങ്ങൾക്ക് തന്നെ എതിരാണ്. കാരണം ഇന്ന് ഈ യൂറോപ്പിൽ പല രാജ്യങ്ങളും മതമുപേക്ഷിച്ചു അത്തരത്തിലുള്ള യുക്തിവാദത്തെ അല്ലെങ്കിൽ ഈ പറയുന്ന മനുഷ്യത്വ തലധിഷ്ഠിതമായ ആശയവാദത്തെ അംഗീകരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ യൂറോപ്യൻ രാജ്യങ്ങളൊന്നും ഇസ്ലാം മതത്തിന് ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ യുക്തിവാദത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ഇത്തരത്തിലുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ആണ്. രണ്ട്, നമ്മൾ ഇന്ത്യയിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ചില വർഷങ്ങളിൽ കൊല്ലപ്പെട്ട ചില ആളുകൾ നമുക്കറിയാം. നമ്മുടെ ഗൗരി ലങ്കേഷ്, അതുപോലെ 3-4 പേര്. ഇവരെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ഈ ഹൈന്ദവ വിശ്വാസികളായിരുന്ന, പ്രത്യേകിച്ചും ഹൈന്ദവ മതത്തിനകത്തുള്ള ജാതിക്കെതിരെ അല്ലെങ്കിൽ ഉച്ചനീചത്വങ്ങൾക്കെതിരെ പ്രവർത്തിച്ച് പിന്നീട് യുക്തിവാദ ആശയങ്ങളിൽ ആകൃഷ്ടരായി ആ രീതിയിൽ മാറി വന്നവരാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആക്ടിവിസ്റ്റുകളിൽ പലരും അല്ലെങ്കിൽ ഭൂരിപക്ഷം ആക്ടിവിസ്റ്റുകളും കേരളത്തിന് പുറത്തുള്ളവരാണെങ്കിൽ പോലും അത് മുസ്ലിങ്ങളല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പലപ്പോഴും നമ്മളിവിടെ വല്ലാണ്ട് പറഞ്ഞു കേൾക്കുന്ന ചില പേരുകളാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ധാരാളമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ചില പേരുകളായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ ആധാരമെന്ന് പറയുന്നത്. പക്ഷേ കേരളത്തിൻ്റെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അതിനകത്തെ ആദ്യകാലത്തെ ഈ നേതാക്കളാരും അല്ലെങ്കിൽ പ്രബലരായിട്ടുള്ള നേതാക്കളാരും മുസ്ലിങ്ങളല്ല. ഇപ്പോൾ ജോസഫ് ഇടമറുകാണെങ്കിലും ഈ ശ്രീനി പട്ടത്താനമാണെങ്കിലും ഇവരെല്ലാം തന്നെ മറ്റു മതവിഭാഗങ്ങളിൽപ്പെട്ടവരായിരുന്നു. ഉസ്മാൻ സാഹിബിനെ പോലുള്ളവരൊക്കെ അതിലേക്ക് പോയി പിന്നീട് തിരിച്ച് ഇസ്ലാമിലേക്ക് തന്നെ വരികയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അതിനൊക്കെ ശേഷം വരുന്ന ചിലർ ആണ് ഇത്തരത്തിൽ ഈ പേരുകളായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് വെച്ചാൽ ലോകാടിസ്ഥാനത്തിൽ തന്നെ ഈ മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വരുന്ന യുക്തിചിന്തയുമായിട്ട് ഉയർന്നു വരുന്ന അല്ലെങ്കിൽ നിരീശ്വരവാദവുമായിട്ട് ഉയർന്നു വരുന്നവരെ ബോധപൂർവം പ്രൊമോട്ട് ചെയ്യാനുള്ള ശ്രമമുണ്ട്. അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞൊരു 10-20 വർഷത്തിനിടയിൽ 2-3 തവണ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം മുസ്ലിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ മുല്ലപ്പൂ വിപ്ലവത്തിൻ്റെ നേതാക്കളിലൊരാളായിരുന്ന കർമാൻ, അവർക്ക് നോബൽ സമ്മാനം കിട്ടി. അതുപോലെ തന്നെ നർഗീസ് മുഹമ്മദി എന്ന് പറയുന്ന ഈ കഴിഞ്ഞ വർഷം നോബൽ സമ്മാനം കിട്ടിയ, അതുപോലെ തന്നെ മറ്റൊരു ഫ്രീദിയായി എന്ന് പറയുന്ന. അപ്പം ഇവരൊക്കെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ കാണാം ഇവരെ യഥാർത്ഥത്തിൽ ആ നിലയ്ക്കുള്ള മുസ്ലിം ലോകങ്ങളിൽ സ്വാതന്ത്ര്യവാദവുമായിട്ടുള്ള വന്ന അല്ലെങ്കിൽ അത്തരം ആക്ടിവിസവും പ്രചരിപ്പിക്കാൻ ശ്രമിച്ചവർ എന്നറിയിൽ അവർക്ക് കൊടുത്തൊരു പ്രമോഷനാണ് ഇത്. അതിനപ്പുറമുള്ളൊരു ലോകത്ത് ഏതെങ്കിലും രീതിയിലുള്ളൊരു സ്വാധീനമോ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും നിലയ്ക്ക് വലിയ ആശയങ്ങളുടെ പ്രചാരകരൊന്നും ആയിട്ടില്ല. അപ്പം അതൊരു ബോധപൂർവ ശ്രമമാണ്. ഇവിടെയും നമ്മൾ കാണുന്നത് അത്തരം ചില നാമങ്ങൾ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നതാണ്. യുക്തിവാദ സമ്മേളനങ്ങളുടെയൊക്കെ ഒരു പ്രോഗ്രാമിൻ്റെ ചാർട്ടൊക്കെ എടുത്താൽ തന്നെ നമുക്കറിയാം അതിനകത്ത് മുഖ്യ പ്രഭാഷകർ അല്ലെങ്കിൽ ആ വേദികളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നവർ മുസ്ലിങ്ങളായിട്ടുള്ളവരല്ല. അതുകൊണ്ട് തന്നെ ഇത് വെറും നമ്മുടെ സോഷ്യൽ മീഡിയ സൃഷ്ടിക്കുന്ന ഒരു ഹൈപ്പിൻ്റെ ഭാഗമായിട്ട് നമുക്ക് തോന്നുന്നതാണ്. അങ്ങനെ മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് വളരെ വലിയൊരു വാഷ് ഔട്ടൊന്നും സംഭവിക്കുന്നില്ല, അതിന് കഴിയുകയുമില്ല. കാരണം ഏറ്റവും യുക്തിഭദ്രമായ മതം, ഏറ്റവും ആശയപരമായി അടിത്തറയുള്ള മതം, ഏറ്റവും കൃത്യമായിട്ട് കാര്യങ്ങളെയെല്ലാം വിശദീകരിക്കുന്ന മതം, ആ നിലയ്ക്ക് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമായി അല്ലെ ഇസ്ലാമിനെ മനസ്സിലാക്കിയ ഒരാൾ, മുസ്ലിമായി ജീവിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു സമാധാനത്തിൻ്റെ വലയം വിട്ടുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് പുറത്തു പോകുന്ന ഒരവസ്ഥയൊന്നും ഉണ്ടാവുകയില്ല. അസ്സലാമു അലൈക്കും.